വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ച രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിച്ച സംഭവത്തിൽ ADGP MR അജിത് കുമാറിനെതിരെ ഉടൻ ശക്തമായ വകുപ്പുതല നടപടി വന്നേക്കും. സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘം നിർണായക വ്യക്തത വരുത്തി പോലീസ് മേധാവിക്ക് പുതിയ റിപ്പോർട്ട് സമർപ്പിച്ചു. പോലീസ് ആസ്ഥാനത്ത് ലഭിച്ച ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സർക്കാരിലേക്ക് ഉടൻ ശുപാർശ കൈമാറുമെന്നാണ് സൂചന. മുമ്പ് സമർപ്പിച്ച ആദ്യ റിപ്പോർട്ടിലെ പൊരുത്തക്കേടുകൾ പരിഹരിച്ചാണ് അന്വേഷണ സംഘം പുതിയ കണ്ടെത്തലുകൾ DGPക്ക് മുന്നിലെത്തിച്ചിരിക്കുന്നത്. കേസിന്റെ അന്വേഷണത്തിൽ ADGP MR അജിത് കുമാർ ഗുരുതരമായ വീഴ്ച വരുത്തുകയും നടപടികൾ അട്ടിമറിക്കുകയും ചെയ്തുവെന്നാണ് SITയുടെ ആദ്യ റിപ്പോർട്ടിലും വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ ഇതിന് ADGP നൽകിയ വിശദീകരണവും റിപ്പോർട്ടിലെ പരാമർശങ്ങളും തമ്മിൽ വലിയ പരസ്പര വിരുദ്ധത പ്രകടമായിരുന്നു. തുടർന്ന് വിഷയം നിയമക്കുരുക്കിലേക്ക് പോകാതിരിക്കാൻ പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ നിയമോപദേശം തേടുകയായിരുന്നു. ലഭിച്ച നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ കൂടുതൽ വ്യക്തത വരുത്തി വ്യക്തമായ നിഗമനങ്ങളോടെ റിപ്പോർട്ട് സമർപ്പിക്കാൻ DGP SITയോട് ആവശ്യപ്പെട്ടത്. നിയമപരമായ ഉറപ്പുവരുത്തലുകൾക്ക് ശേഷമാണ് പുതിയ റിപ്പോർട്ട് ഇപ്പോൾ തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത്. ആലപ്പുഴയിൽ വെച്ച് നടന്ന നവകേരള സദസ്സിനിടെ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ച സംഭവമാണ് കേസുകൾക്ക് ആധാരം. രക്ഷാപ്രവർത്തനം എന്ന പേരിൽ വ്യാപകമായി പ്രചരിക്കപ്പെട്ട ഈ മർദ്ദന കേസിന്റെ തുടരന്വേഷണം ഉയർന്ന ഉദ്യോഗസ്ഥ തലത്തിൽ വെച്ച് മനഃപൂർവ്വം അട്ടിമറിക്കപ്പെട്ടു എന്ന ഗുരുതരമായ ആരോപണമാണ് നിലനിൽക്കുന്നത്. അന്വേഷണ ചുമതലയുണ്ടായിരുന്ന ADGP MR അജിത് കുമാറിന്റെ നേരിട്ടുള്ള ഇടപെടലിലൂടെയാണ് കേസ് അട്ടിമറിക്കപ്പെട്ടതെന്നാണ് പ്രധാന കണ്ടെത്തൽ. ഉദ്യോഗസ്ഥർക്ക് സംരക്ഷണം ഒരുക്കുന്ന രീതിയിൽ അന്വേഷണം തിരിച്ചുവിടാനും തെളിവുകൾ ഇല്ലാതാക്കാനും ശ്രമം നടന്നോ എന്ന കാര്യത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം പ്രധാനമായും കേന്ദ്രീകരിച്ചത്. എന്നാൽ ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥനിൽ നിന്ന് വിശദീകരണം തേടിയപ്പോൾ ലഭിച്ച മറുപടി പൂർണ്ണമായും തള്ളിക്കളയുന്ന രീതിയിലാണ് SITയുടെ പുതിയ റിപ്പോർട്ടിലെ വസ്തുതകൾ ഉള്ളതെന്നാണ് വിവരങ്ങൾ. ആദ്യ റിപ്പോർട്ടിലെയും മറുപടിയിലെയും അവ്യക്തതകൾ മാറിയതോടെ ADGPക്കെതിരെ നടപടിയെടുക്കാൻ സർക്കാരിന് ഇനി നിയമപരമായ തടസ്സങ്ങൾ ഉണ്ടാകില്ല. അതേസമയം SIT റിപ്പോർട്ട് സർക്കാരിന് ലഭിക്കാൻ വൈകുന്നതിൽ ഭരണതലത്തിൽ ശക്തമായ അമർഷം ഉയർന്നിരുന്നു. റിപ്പോർട്ട് നീണ്ടുപോകുന്നതിനെ തുടർന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നേരിട്ട് വിഷയത്തിൽ ഇടപെടുകയായിരുന്നു. അന്വേഷണത്തിലെ പുരോഗതിയും കാലതാമസവും സംബന്ധിച്ച് ആഭ്യന്തരമന്ത്രി പോലീസ് മേധാവിയോട് വിശദീകരണം തേടിയതായാണ് പുറത്തുവരുന്ന വിവരം. ആഭ്യന്തരമന്ത്രിയുടെ കർശന നിർദ്ദേശത്തിന് പിന്നാലെ പോലീസ് മേധാവി വിഷയം ഗൗരവമായി എടുക്കുകയും അതിവേഗത്തിൽ റിപ്പോർട്ടിൽ വ്യക്തത വരുത്തി കൈമാറാൻ SITക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. ഇതോടെയാണ് മണിക്കൂറുകൾക്കുള്ളിൽ അന്വേഷണ സംഘം സമഗ്രമായ പുനഃപരിശോധന നടത്തി നിർണായക റിപ്പോർട്ട് പൂർത്തിയാക്കിയത്. മറുഭാഗത്ത് സംഭവത്തിൽ മർദ്ദനമേറ്റ AD തോമസ് MLA ഉൾപ്പെടെയുള്ളവർ ശക്തമായ നിയമരാഷ്ട്രീയ പോരാട്ടത്തിന് ഒരുങ്ങുകയാണ്. കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ച ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി ആവശ്യപ്പെട്ട് ഇവർ അടുത്ത ദിവസം തന്നെ മുഖ്യമന്ത്രി VD സതീശനെ നേരിൽ കണ്ടുകൊണ്ട് ഔദ്യോഗികമായി പരാതി നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പോലീസ് സേനയിലെ ഉയർന്ന പദവിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥനെതിരെ ഉയർന്ന കേസ് അട്ടിമറി ആരോപണത്തിൽ അന്വേഷണ സംഘം വ്യക്തത വരുത്തിയതോടെ ആഭ്യന്തര വകുപ്പ് എടുക്കുന്ന നിലപാട് നിർണായകമാകും. വരും ദിവസങ്ങളിൽ വിഷയം കൂടുതൽ രാഷ്ട്രീയ ചൂട് പിടിക്കുമെന്നും ADGPക്കെതിരായ നടപടി ഉടനുണ്ടാകുമെന്നാണ് ഭരണസ്ഥിരാ കേന്ദ്രങ്ങളിൽ നിന്നുള്ള സൂചന. DGP റാങ്കിലേക്ക് അജിത് കുമാറിന് സ്ഥാനക്കയറ്റം നൽകില്ലെന്നാണ് സൂചന.